ദ ഗ്രേറ്റ് വാൾ ഓഫ് മഹാരാഷ്ട്ര എന്നറിയപ്പെടുന്ന മാങ്കി തുങ്കിയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. നമ്മളിപ്പോൾ ഉള്ളത് മഹാരാഷ്ട്രയിലെ സത്താനയിലാണ്. മഹാരാഷ്ട്രയിലെ അതിമനോഹരമായിട്ടുള്ളൊരു പ്രദേശമാണ് സത്താന. സത്താനയിൽ നിന്ന് വെറും 33 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മുടെ ഈ സ്വന്തം മാങ്കിത്തുങ്കി സ്ഥിതി ചെയ്യുന്നത്. നമ്മളിതാ നേരെ മാങ്കിത്തുങ്കിയുടെ താഴ്വാരത്ത് ബേസ് ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് വലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകണം. അതേസമയത്ത് ഇടത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ വണ്ടി ഒരു പരിധി വരെ മുകളിലേക്ക് എത്തും. അവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. എന്നാലും ഈ വലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് അങ്ങോട്ട് നടക്കാനുണ്ട്. ശരിക്കും നമ്മൾ വലത്തേക്ക് നടന്നു പോകാൻ അഥവാ സ്റ്റെപ്പ് കയറി പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ദാ ദൂരെ ആ കാണുന്നതാണ് സ്റ്റെപ്പ്. 3500 സ്റ്റെപ്പാണ് നമുക്ക് മുകളിലേക്ക് കയറാനുള്ളത്. ശരിക്കും ഇതിലൂടെയൊക്കെ വണ്ടി വരും. ഇതിൻ്റെ താഴെയുള്ള സെക്യൂരിറ്റി ഓഫീസിൽ വരെ ശരിക്കും വണ്ടി വരും. പിന്നെ ഞാൻ നടന്നു പോകാൻ തീരുമാനിച്ചത് ഇതാ ഈ ഒരു വ്യൂ നമുക്കിങ്ങനെ നടന്ന് ആസ്വദിക്കാൻ വേണ്ടിയാണ്. ദാ ആ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് മാങ്കി, റൈറ്റ് സൈഡിൽ കാണുന്നതാണ് തുങ്കി. ഈ സ്റ്റെപ്സ് മൊത്തം നമ്മൾ നടന്ന് കയറാനുള്ളതാണ്. ഇവിടെ ക്യാമറ അലൗഡ് അല്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ക്യാമറയൊന്നും സെക്യൂരിറ്റി ഓഫീസിൻ്റെ അടുത്ത് നിന്ന് എടുത്തില്ല. അതിന് ശേഷമാണ് എടുത്തത്. അതുകൊണ്ട് ആ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതിന് ശേഷമുള്ള വിഷ്വൽസാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലമാണ് കേട്ടോ ഈ മാങ്കിത്തുങ്കി. ഇത് ശരിക്കും ജൈനന്മാരുടെ അമ്പലമാണ് ഈ മുകളിലിരിക്കുന്നത്. വിചാരിച്ചോളം എത്ര എളുപ്പമല്ല ഇത് കയറാൻ. 3200 സ്റ്റെപ്പ് ഉണ്ട്. പകുതി പോലും ആയിട്ടില്ല. എന്തോ എത്ര നേരം കയറി മുകളിലേക്ക് നോക്കിയാലും നമ്മുടെ തുങ്കി ഇങ്ങനെ നിൽക്കുകയാണ് അത്രയും ദൂരത്തിൽ തന്നെ. അടുത്തേക്ക് വരുന്നില്ലേ എന്നൊരു സംശയം. സ്റ്റെപ്പ് കയറി പകുതി എത്തിയപ്പോഴേക്കും നമുക്ക് ആദ്യത്തെ ഒരു അമ്പലം കാണാൻ പറ്റും. ഇടത്തെ സൈഡിലേക്ക് കാണുന്നത് ചെറിയൊരു അമ്പലമാണ്. നല്ല രസമുള്ളൊരു അമ്പലമായിരുന്നു. കാരണം ഈ അമ്പലത്തിന് മുന്നിൽ കൂടെ ഇങ്ങനെ വെള്ളം വീഴുന്നിട്ട് നല്ല രസമുണ്ട്. അവിടെ ഉള്ളിലിരിക്കുന്നത് ബുദ്ധപ്രതിമയാണ്. ഒരുപാട് കുരങ്ങന്മാരുള്ളൊരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഗാഡ്ജറ്റ്സ് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്മാരെടുത്തുകൊണ്ട് പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. ഏറെക്കുറെ പകുതി നമ്മൾ സ്റ്റെപ്പ് കയറി എത്തി കേട്ടോ. വേറെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഒറ്റയ്ക്കാണ് കയറിയത്. ലോകത്തിലെ ഏറ്റവും വലിയ ജൈന പ്രതിമ ഇരിക്കുന്നത് ഇവിടെയാണ്. അതിൻ്റെ മെയിൻ്റനൻസ് നടക്കുമായിരുന്നു. അതുകൊണ്ട് മാങ്കിത്തുങ്കി ശരിക്കും അടച്ചിട്ടേക്കുമായിരുന്നു. പിന്നെ ഞാൻ കരഞ്ഞ് കാല് പിടിച്ച് നമ്മൾ കേരളത്തിൽ നിന്ന് വന്നതാണ്, ഇത് കാണാൻ വേണ്ടി മാത്രം വന്നതാണെന്നൊക്കെ പറഞ്ഞപ്പം ആ സെക്യൂരിറ്റി ഗാർഡ്സ് നമ്മൾ കയറ്റി വിട്ടതാണ്. അതുകൊണ്ട് തന്നെ വേറെ ഒരു മനുഷ്യന്മാർ പോലും ഉണ്ടായിരുന്നില്ല. ആകെ 1-2 തീർത്ഥാടകരെ മാത്രമാണ് കണ്ടത്. അല്ലെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്. എന്താലേ നമ്മൾ കയറി വന്ന സ്റ്റെപ്പുകൾ കാണുമ്പോൾ തന്നെ പേടിയാവുക. കാണുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല. ഒരു 1000-1500 സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ നമ്മുടെ കാലിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകും. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയൊരു നാരങ്ങ വെള്ളം കിട്ടുന്ന ഒരു കട കണ്ടു. കടയൊന്നുമല്ല, അവർ 2 കുപ്പിയും വെച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. ശരിക്കും ഇവിടെ ക്ലോസ് ചെയ്തിട്ട് ഇവരിവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും അവിടുന്ന് ഓരോ ഗ്ലാസ് നാരങ്ങ വെള്ളവും കുടിച്ചിട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്ര. ഒരു പ്രശ്നമുള്ളത് കംപ്ലീറ്റ് മഞ്ഞ് കയറി കിടക്കുകയാണ്. നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല.
വളരെ അപൂർവമായിട്ട് എവിടെ നിന്നെങ്കിലും കാണാൻ പറ്റുന്നൊരു അവസ്ഥയുള്ളൂ. ഇവർ പറഞ്ഞു കുറച്ച് നേരം വെയിറ്റ് ചെയ്യ്, ചിലപ്പോൾ മഞ്ഞ് പോവുമായിരിക്കും, അപ്പോൾ എന്തെങ്കിലും എടുക്കാമെന്ന്. ഏറെക്കുറെ 1.5 മണിക്കൂർ ഞാൻ അവരെ കൂടെ ഇരുന്നതിന് ശേഷമാണ് ചെറുതായിട്ടൊന്ന് കാലാവസ്ഥ തെളിഞ്ഞപ്പോൾ മുന്നോട്ട് നടന്നു തുടങ്ങിയത്. മഞ്ഞൊന്നും മാറാതെ ഒന്നും കാണാൻ പറ്റില്ലല്ലോ നമുക്ക്. ആ ഒരു കട കഴിഞ്ഞോടുകൂടി തന്നെ കുറേ നേരത്തേക്ക് പിന്നെ നല്ല ഫ്ലാറ്റായിട്ടുള്ള സ്റ്റെപ്പുകളാണ്. ഇവിടെ പിന്നെ അധികം കയറാനില്ല. ഇനി അങ്ങ് എഡ്ജിലാണ് കുത്തനെ നമുക്ക് മുകളിലേക്ക് കയറേണ്ടത്. അവിടെ തൂങ്ങിയുണ്ടെന്ന് പോലും കാണുന്നില്ല, മൊത്തം കോട കയറി കിടക്കുകയാണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ നടക്കുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് കിടിലമായിരുന്നു കേട്ടോ. കാരണം ഈ 2 സൈഡും അപാര വ്യൂ ആയിരുന്നു. ലെഫ്റ്റിലേക്ക് ഒന്നും കാണുന്നില്ല, പക്ഷെ റൈറ്റിലേക്ക് നല്ല വ്യൂ ആയിരുന്നു. ലെഫ്റ്റിൽ ഇതേപോലെ കംപ്ലീറ്റ് കോട കയറി മൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നേരം കണ്ടിട്ട് ഇത്രയും പേരെ മാത്രമാണ് ഞാൻ മൊത്തത്തിൽ കണ്ടത്. ഈ സൈഡൊക്കെ ശരിക്കും ഇടിഞ്ഞ് കിടപ്പുണ്ട്. ഇവിടെ ഇതിൻ്റെയൊക്കെ മെയിൻ്റനൻസ് ആണെന്ന് തോന്നുന്നു നടക്കുന്നത്. വളരെ ഡേഞ്ചർ ഒരു സിറ്റുവേഷനാണ് ഇതൊക്കെ. അങ്ങനെ നമ്മൾ മാങ്കിത്തുങ്കിയിലെ തുങ്കിയുടെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മഹാരാഷ്ട്ര ഒരു സംഭവം തന്നെയാണ് കേട്ടോ. എന്നാ കാഴ്ചകളാണെന്നറിയാം ഇവിടെയൊക്കെ കാണാനുള്ളത്. ഇതേ നോക്കിക്കേ, ആകാശത്തിലേക്കൊരു ഏടി വെച്ചതുപോലെ ഇൻഫിനിറ്റായിട്ട് ഇങ്ങനെ മുകളിലേക്കൊരു കോണിപ്പടി നിൽക്കുന്ന പോലെയാണ് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. ഇത് ശരിക്കും കയറുമ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. ഇത് എങ്ങോട്ടായി കയറി പോകുന്നതെന്ന് നമുക്കൊരു ജഡ്ജ്മെൻറ്റ് കിട്ടാത്ത അത്രയും കിടിലൊരു വ്യൂ ആയിരുന്നു ഇത്. ആ കാണുന്ന ബേസ് ക്യാമ്പ് മുതൽ ഏറെക്കുറെ 3100-200 സ്റ്റെപ്പ് കയറി നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇനി ഒരു 10-200 സ്റ്റെപ്പുകളോട് കയറി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തും. വീണ്ടും ആ കാണുന്ന മേഘത്തിൻ്റെ ഇടയിലേക്ക് കയറുന്നൊരു ഫീലാണ് നമുക്ക്. അത്യാവശ്യം നല്ല കയറ്റമുണ്ട് ഇത്. പക്ഷേ ഈ ഓരോ സ്റ്റെപ്പ് വയ്ക്കുന്തോറും ഇങ്ങനെ നമ്മൾ വേറൊരു ലോകത്തേക്ക് കയറി ചെല്ലുന്നൊരു ഫീലാണ്. നമ്മൾ ഏറെക്കുറെ തുങ്കിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ആ കാണുന്ന മാങ്കി ഒന്നും കാണുന്നില്ല, മൊത്തം കോട കയറി പോയേക്കാണ്. ഇനി തിരിച്ച് അത്രയും ദൂരം നമുക്ക് നടന്ന് മാങ്കിയുടെ അടുത്തെത്താനുള്ളതാണ്. അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിൽ തുങ്കിയുടെ ചുവട്ടിലെത്തിയിരിക്കുകയാണ്. ഇതാണ് സാക്ഷാൽ മാങ്കി തുങ്കിയിലെ തുങ്കി. എങ്ങനെയുണ്ട്? കിട്ടിലൻ സ്ഥലമല്ലേ? എന്തോ ഭാഗ്യത്തിന് കുറച്ച് നേരത്തേക്ക് കാലാവസ്ഥയൊക്കെ തെളിഞ്ഞ് ഈ ഒരു കോട ഇങ്ങനെ ഒന്ന് നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മാറി നിന്ന് തന്നു. ആ ഒരു കുറച്ച് നേരം കണ്ട ആ ഒരു കാഴ്ചയുണ്ടല്ലോ, അത് വേറെ ലെവലായിരുന്നു. മാങ്കി ഇപ്പോഴും കംപ്ലീറ്റ് മഞ്ഞ് മൂടി കിടക്കുകയാണ്. അത് കാണാൻ പറ്റുന്ന യാതൊരു ഉറപ്പില്ല. എന്തായാലും നമ്മളതിൻ്റെ ചോട് വരെ പോകും.
അങ്ങനെ ഏതാനും നിമിഷങ്ങൾക്കകം കംപ്ലീറ്റ് കോട വന്ന് മൂടിപ്പോയിരിക്കുകയാണ്. നമ്മൾ ഇതിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതിൻ്റെ അപ്പർ സൈഡിലാണ് ശരിക്കും വിഗ്രഹങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. കണ്ടില്ലേ, വലത്തേ സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് പൂക്കൾ വിരിഞ്ഞിരിക്കുകയാണ്. ദൂരെ നിന്ന് കാണുമ്പം ഈ തുങ്കി വളരെ ചെറിയൊരു പാറ നിൽക്കുന്ന പോലെ തോന്നും. പക്ഷെ ഇതിൻ്റെ അടിയിൽ കൂടെ നടക്കുമ്പോഴാണ് ഇത് എത്ര ഒരു വലിയൊരു പാറയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുക. ഇവിടുത്തെ ഈ ഒരു അമ്പലം ലോക്ക് ചെയ്തിട്ടേക്കുമായിരുന്നു. മാങ്കിയിലാണ് ശരിക്കും പൂജയും കാര്യങ്ങളൊക്കെ ഉള്ളത്. ചെറിയൊരു പാറയല്ലേ, വേഗം വലം വെച്ച് തീർക്കാന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അത്ര പെട്ടെന്ന് തീരത്തില്ല. ഈ കയറി ഇറങ്ങി വേണം നമ്മൾ റൗണ്ട് അടിച്ച് ഓപ്പോസിറ്റ് സൈഡിൽ എത്താൻ വേണ്ടിയിട്ട്. കംപ്ലീറ്റ് കോട ഇറങ്ങി മൊത്തത്തിലൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ശരിക്കും 15ഓളം ജൈന വിഗ്രഹങ്ങൾ ഈ തുങ്കിക്കുന്നിലുണ്ട്. മഞ്ഞിങ്ങനെ താഴെക്കൂടെ പോകുന്നത് കാണുമ്പോൾ നമ്മൾ ശരിക്കും മേഘത്തിന് മുകളിൽ കയറി നിൽക്കുന്ന പോലെയുണ്ട്. ഏറെക്കുറെ ശരിയാണ്, നല്ല ഹൈറ്റിലാണ് നമ്മളുള്ളത്. താഴെ കയറി കഴിയുമ്പോൾ ഈ ഒരു കാലാവസ്ഥയേ അല്ല. അവിടുന്ന് നോക്കുമ്പം ഈ മാങ്കി തുങ്കിയുടെ ഏറ്റവും മുകളിൽ മാത്രമേ ഈ മേഘം കാണാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ നല്ല ക്ലിയർ സ്ഥലമാണ്. ഇവിടെ ആണെങ്കിൽ മഴയും പെയ്തു തുടങ്ങി. അതിൻ്റെ ഒരു ഫീല് വേറെയായിരുന്നു. ശക്തമായിട്ടുള്ള മഴയായിരുന്നില്ല, ഒരു ചാറ്റൽ മഴയായിരുന്നു. ഈ ഒരു മഞ്ഞെല്ലാം കൂടി ആയപ്പം നല്ല തണുത്തൊരു അന്തരീക്ഷമായിരുന്നു. അങ്ങനെ ആ തുങ്കിയിലെ കാഴ്ചകൾ കണ്ട് നമ്മളിനി നേരെ മാങ്കി കാണാൻ വേണ്ടി പോവുകയാണ്. അവിടെയാണ് കൂടുതൽ വിഗ്രഹങ്ങളുള്ളതും അതേപോലെ തന്നെ പൂജയൊക്കെ ഉള്ള സ്ഥലം ശരിക്കും മാങ്കിയാണ്. ആ കാണുന്ന എല്ലാ സ്റ്റെപ്സും കയറി ഇറങ്ങിയിട്ട് വേണം നമുക്ക് മാങ്കിയിലെത്താൻ. ഓരോ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് നമ്മൾ ബാക്കോട്ട് നോക്കുമ്പോൾ നമ്മളെ തുങ്കി നല്ല തെളിഞ്ഞ കാലാവസ്ഥയിൽ കാണുന്നുണ്ട്. നമ്മളവിടെ ഉണ്ടായിരുന്നപ്പോൾ കംപ്ലീറ്റ് കോട കയറി മൂടിപ്പോയായിരുന്നു. വേസ്റ്റ് ഒന്നും ഇടാതെ നല്ല വൃത്തിക്ക് തന്നെയാണ് ഈ ഒരു സ്റ്റെപ്പുകൾ മൊത്തം മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഞാൻ വരുന്ന വഴിക്കൊക്കെ ശരിക്കും ഇതിങ്ങനെ സൈഡിൽ കൂടെ കാടൊക്കെ പറിച്ച് നല്ല ക്ലീൻ ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ നടന്ന് ഏറെക്കുറെ മാങ്കിയുടെ ചുവട്ടിലെത്തിയിരിക്കുകയാണ്. ഒരു സെക്കൻഡ് നേരത്തേക്ക് ഈ മഞ്ഞൊക്കെ മാറി എന്നിട്ട് നമ്മൾ അതിൻ്റെ ചോട്ടിലെത്തിയപ്പോഴത്തേക്ക് കംപ്ലീറ്റ് കോടയായിപ്പോയി. ഒന്നും കാണാനില്ല. ചുറ്റും ഒന്നും കാണാനില്ലെങ്കിലും ഈ കല്ലിൽ കൊത്തി വെച്ചേക്കുന്ന പ്രതിമകൾ കാണാൻ വേണ്ടിയിട്ടും അവിടെ ഒരു അമ്പലങ്ങൾ കാണാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ മാങ്കിയെയും വലം വയ്ക്കാൻ വേണ്ടി പോവുകയാണ്.
ഇതും കുറച്ചധികം നടക്കാനുണ്ട്. കാണുമ്പോൾ വളരെ ചെറിയൊരു കല്ല് പോലെ തോന്നുമെങ്കിലും അത്യാവശ്യം ഇതും നടക്കാനുണ്ട്. ഒരാൾക്ക് കഷ്ടി നടക്കാനുള്ള ഗ്യാപ്പ് മാത്രമേ ഈ സൈഡിലെ വഴിക്കുള്ളൂ. താഴെയൊക്കെ എന്തൊക്കെയോ കാര്യമായിട്ടുണ്ട്, ഒന്നും കാണാനില്ല. നേരെ ഓപ്പോസിറ്റ് വന്നു കഴിയുമ്പോഴത്തേക്ക് കല്ലിലിങ്ങനെ ഒരുപാട് പ്രതിമകളൊക്കെ കൊത്തി വെച്ചേക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് പ്രതിമകളുണ്ട് കേട്ടോ. ഇതൊക്കെ 6-7 നൂറ്റാണ്ട് കാലഘട്ടങ്ങളിൽ കൊത്തിവെച്ചേക്കുന്നതാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 4366 അടി ഹൈറ്റിലാണ് ഈ ജൈന തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഒട്ടനവധി ഐതിഹ്യങ്ങളും ഇവിടെയുണ്ട്. ജൈന വിശ്വാസപ്രകാരം ഹനുമാനും സുഗ്രീവനും ശ്രീരാമനടക്കം 99 കോടി സന്യാസിമാരും ഈ ഇവിടെ വന്നിട്ട് മോക്ഷം ലഭിച്ചു എന്നാണ് പറയുന്നത്. പോരാത്തതിന് കൃഷ്ണകുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കുളം കൂടെ ഇവിടെയുണ്ട്. ശ്രീകൃഷ്ണന്റെ അവസാന നാളുകൾക്ക് ഈ ഒരു മല സാക്ഷിയായിട്ടുണ്ടെന്നുള്ളതാണ് ആ ഒരു ഐതിഹ്യം. അടിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജൈന പ്രതിമ ഇവിടെയാണ് നിർമ്മിക്കുന്നത്. 2016 അതിൻ്റെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇതുവരെ അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. മാത്രമല്ല ഇപ്പോൾ അതിൻ്റെ മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നതായതുകൊണ്ട് നമ്മളെ അങ്ങോട്ട് കയറ്റി വിടുന്നുമില്ല. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ ഏറെക്കുറെ മാങ്കിയും വലം വെച്ച് ഓപ്പോസിറ്റ് നമ്മൾ കയറിയ ഫ്രണ്ട് തന്നെ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഇനി തിരിച്ച് നമുക്ക് താഴേക്ക് ഇറങ്ങണം. അത്യാവശ്യം നല്ല മഴയും നല്ല കാറ്റും തോന്നിയിട്ടുണ്ടായിരുന്നു. സ്റ്റെപ്പൊക്കെ നല്ല തെന്നലായിരുന്നു. സൂക്ഷിച്ചിറങ്ങിയിട്ടില്ലെങ്കിൽ അവിടെ എന്തായാലും നമ്മൾ വീഴും. പകുതി മുക്കാലോടെ നമ്മൾ താഴേക്ക് ഇറങ്ങി വന്നിട്ട് തിരിച്ചു നോക്കുമ്പോൾ ആ തുങ്കി നിൽക്കുന്ന കാണുമ്പം അത്രയും ഉയരത്തിനാണല്ലോ നമ്മൾ താഴേക്ക് ഇറങ്ങിയെന്ന് ശരിക്കും നമുക്ക് തന്നെ അത്ഭുതം തോന്നും. അങ്ങനെ നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ടോട്ടൽ 7000 സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത് താഴെ ഇറങ്ങിയിരിക്കുകയാണ്. ചെറിയൊരു മഴച്ചാറ്റിലുണ്ടായിരുന്നു. ആ ഒരു ഗ്രാമക്കാഴ്ചകൾ കാണാൻ നല്ല രസമായിരുന്നു. ഈ പിള്ളേർ ഭയങ്കര കമ്പനിയായി. നമ്മുടെ ചാനലൊക്കെ അവർ തന്നെ ചോദിച്ച് ഫോളോ ചെയ്തു. കുറച്ചുകൂടി മുന്നോട്ടെത്തിയപ്പോഴാണ് ഇവർ വരുന്നത്. ഇവരും ഭയങ്കര കമ്പനിയായി. ഇവർക്ക് സമയം കഴിഞ്ഞോണ്ട് മുകളിലേക്ക് കയറാൻ പറ്റിയില്ല. അപ്പോൾ കയറി വരുന്ന എന്നോട് വിശേഷം ചോദിക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ കേരളത്തിൽ ബൈക്ക് ഓടിച്ച് ഇത്ര ദൂരം വന്നൊക്കെ പറഞ്ഞപ്പം ഇവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അങ്ങനെ ഇവർ നമ്മളോട് കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. रोड मीन्स ROUT, रोड बाय मनो इंग्लिश में तुम बोल बैठो रोड है ना. रोड नहीं है, रूट. हाँ, रूट मीन्स रास्ता. ये भी इंग्लिश जानता है. आप इंग्लिश से बात करो तो ये जानता है. अच्छा लाल मट्टी बोल रहे हो उतरा बेटा. हाँ, आप बात करेंगे ना. हाँ, नो प्रॉब्लम. बोलना नहीं किधर महाराष्ट्र. Actually I want to see all the Maharashtra in this month. I can't. So first time come here. So you are not native here? No. Where of you? We are from Shirpur. Shirpur. Yes. Oh, so about you both are. yes. Oh, okay. I thought we. 125 kilometer from here. Okay. Yes, Shirpur is far away. Oh, far away. I am from 1,600 kilometers. 1,600? Kilometer. 125. That 1,600. Kerala. Far away. Next, Dotap Fort. There is another fort here. Dotap Fort.
पोर्ट है हमारे कौन सा डॉट मुझे मालूम नहीं, आई डोंट नो वेयर इट इज, बट बहुत पोर्ट है, मतलब अगर हाँ, मैं बोले बता- तो बताएंगा। What? इधर डॉट ऑफ फोर्ट नेक्स्ट मैम 45,000. हरिहर पुणे नासिक में हरिहर हाँ नासिक में हरिहर है हाँ नेक्स्ट नासिक में जा रहे हो। हरिहर और ब्रह्मगिरी टाउन हम बताते हैं वो यूट्यूब लिए हम मतलब हम आपको लाइक करेंगे यूट्यूब पे, हाँ खाली हमारा तो लाइक करो सबको, Pehले subscriber. सब्सक्राइब भी करेंगे आप। जरूर जरूर, थैंक यू। क्या नाम? What is your name? माय नेम इज मनु, Manu. मनु MANU, M-A-N-U. हाँ मनु। सो माय चैनल नेम इज फर्स्ट पर्सन इन द वर्ल्ड पर्सन Come 1,600 kilometers. ओके थैंक यू। स्टार्टिंग मैन मनु फर्स्ट मनु आदि जो बोलते हैं अपन, जो हिंदू धर्म जो है, आदमी मनु जो निकला था सर, सबसे पहले मानव में मनु निकला था। मनु आपका नाम वही हाँ मनु, ब्रह्मा विष्णु महेश ने जो निर्माण करा था वो मनु निकला ओ मनुस्मृति, हाँ आई नो अबाउट मनुस्मृति, तो पहला मैन इन द वर्ल्ड था। मनु था, हाँ आई नो फर्स्ट मैन इन द वर्ल्ड। आई नो वेल अबाउट हिंदू लिटरेचर, हाँ लिटरेचर से मनु। सब डाले। Sir, you will try this. व्हाट इज दिस? सनफ्लावर? Yes, sunflower. You, break this and eat it. वी कैन ईट। First, गुड बाय मनु शेयर yes. सूपर। आता है वर्ल्ड इन चैनल। ओके और We are Maharashtrian from Shirpur. Yeah. So, wow. Very interesting. That's in 4.3 And this is a box of this. Yes. And this is controller. This is control and this is battery. This is battery and this is controller. And this is our drone. Yes. Wow. It's a DJI Mavic Air 2. The name of drone. Yes. DJI Mahavik. Air 2. Air 2. Air. Air. DJI Mavic Air. How many you have these drones? One only. Just one only. ദേവേന്ദ്ര എന്നാണ് പയ്യൻ്റെ പേര്. ആള് വളരെ സ്മാർട്ടാണ് കേട്ടോ. പുള്ളി എൻ്റെ ക്യാമറ എടുത്ത് എന്നെ തന്നെ ഷൂട്ട് ചെയ്യായിരുന്നു. നമ്മുടെ ബൈക്ക് അവിടെ തന്നെ സേഫായിട്ട് ഇരിപ്പുണ്ട്. നമ്മൾ അവിടുന്ന് ബൈക്ക് എടുത്തിട്ട് നേരെ സത്താന ടൗണിലേക്ക് പോവുകയാണ്. അവിടെയാണ് നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല നല്ല ഗ്രാമങ്ങളുടെ നടുവിലൂടെ നമ്മളിങ്ങനെ ബൈക്ക് ഓടിച്ച് ഇങ്ങനെ ഒരു പുഴയൊക്കെ ക്രോസ് ചെയ്ത് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറിയിരിക്കുകയാണ്. റൊട്ടിയും മട്ടൻ കറിയായിരുന്നു. നല്ല റൊട്ടിയായിരുന്നു. പക്ഷെ മട്ടൻ കറി ഇവരുടെ സ്റ്റൈല് നമുക്ക് ഇഷ്ടപ്പെടില്ല. മൊത്തം വെള്ളമായിരിക്കും. അങ്ങനെ നമ്മൾ ഹൈവേയിൽ കയറി സത്താന ടൗണിലെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഞാനൊരു 50 രൂപയ്ക്ക് 1 കിലോ പഴം മേടിച്ചു. ഈ പഴം കാണാനുള്ള ലുക്ക് മാത്രമേ ഉള്ളൂ. ഒരു തരി പോലും പഴുത്തിട്ടുണ്ടാവില്ല. നടുക്ക് പച്ചയായിരിക്കും കേട്ടോ. അതാരും മേടിച്ച് വെറുതെ പൈസ കളയണ്ട. കുറച്ചുകൂടി മുന്നെത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ റൂമിൻ്റെ താഴെ തന്നെ ഈ ചേച്ചി നല്ല അടിപൊളി കാപ്പി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ലൊരു മണമായിരുന്നു അതിന്. ഇതാണ് നമ്മൾ റൂം എടുത്തേക്കുന്ന മോഡേൺ ലോഡ്ജ്. നാളെ രാവിലെ നമുക്ക് ഇവിടുന്ന് തോട്ടപ്പ് ഫോർട്ട് കാണാൻ വേണ്ടി പോകാനുള്ളതാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ദിസ് ഈസ് മനുശങ്കർ സൈനിങ് ഓഫ്.